ദിവ്യ എസ് അയ്യർ തിരുത്തേണ്ടതുണ്ട് എന്ന വിമർശനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. രാജാവിനെ പാടിപ്പുകഴ്ത്തുന്ന ഒരു ഉദ്യോഗസ്ഥയായിട്ട് ഇതുവരെ ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS കേരളം കണ്ടിട്ടില്ല. പക്ഷേ ആ ധാരണ തിരുത്തേണ്ടി വരുമെന്നാണ് പല വ്യക്തികളും ഇപ്പോൾ വിമർശിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ച് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറായ ഡോക്ടർ ദിവ്യ എസ് അയ്യരാണ് ഇപ്പോൾ രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിനിടയിലായിരുന്നു ദിവ്യ എസ് അയ്യർ മുഖ്യമന്ത്രി പിണറായി വിജയനെ വാനോളം ഉയർത്തിയത്. ഇത് കേരള ജനതയുടെ വിജയമാണ് എന്നായിരുന്നു ദിവ്യ എസ് അയ്യർ പറഞ്ഞു വെച്ചത്. എന്തേ ആ കേരള ജനതയിൽ ഉമ്മൻചാണ്ടി പിണറായി വിജയൻ പെടുകയില്ലേ? അദ്ദേഹത്തിന്റെ പേരൊന്ന് എടുത്തു പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരൂ? അങ്ങനെ പലരും ചോദിക്കുന്നുണ്ട്. എന്നാൽ ഡയറക്ടർ എന്ന നിലയിൽ ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയം പറയേണ്ട ഒരു വേദിയായി തിരഞ്ഞെടുക്കേണ്ടതുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ തർക്കമില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ പാടിപ്പുകഴ്ത്താൻ ആ വേദി തിരഞ്ഞെടുത്തത് എന്നും പലരും ദിവ്യ എസ് അയ്യറിനോട് ചോദിക്കുകയാണ്. 2 ദിവസം മുൻപ് ശബരിനാഥ് ദിവ്യ എസ് അയ്യറിന്റെ ഭർത്താവും കൂടിയായ അദ്ദേഹത്തിന് വ്യക്തിപരമായി തന്നെ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലഘട്ടത്ത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ ചർച്ചകൾക്കിടയിൽ പെട്ടെന്ന് അദ്ദേഹം ശബരിനാഥ് കയറി ചെന്നതും അവിടെ നടന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് അദ്ദേഹം ഒരു ദീർഘമായ പോസ്റ്റ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇട്ടിരുന്നു. അത്തരത്തിൽ തന്റെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിക്ക് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ തന്റെ ഭർത്താവിനുണ്ടായ അനുഭവത്തിന്റെ ഒരൊറ്റ വരിയെങ്കിലും പറയാനെങ്കിലും ആ വേദി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ നന്നായിരുന്നേനെ ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്നവരും കുറവല്ല. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാഴികക്കല്ലാകുന്ന നിമിഷത്തിൽ ഇത് കേരള ജനതയുടെ വിജയമാണ് എന്ന് കുറിക്കുവാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെയുണ്ട് എന്നായിരുന്നു ദിവ്യ എസ് അയ്യർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. വൻകിട പദ്ധതികൾ എല്ലാം കടലാസിൽ ഒതുങ്ങുന്ന കാലഘട്ടം കേരള ജനത ഇന്ന് മറന്നിരിക്കുന്നുവെന്നുമാണ് അവർ പറഞ്ഞത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ ലോകത്തിന് മുന്നിൽ വാതായനങ്ങൾ തുറക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കരുത്തും കരുതലുമായി മുഖ്യമന്ത്രി നിലകൊള്ളുന്നുവെന്നും ദിവ്യ എസ് അയ്യർ പറഞ്ഞു. എന്തിനായിരുന്നു ഈ രാജാവിനെ പുകഴ്ത്തലെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇത് കേരള ജനതയുടെ വിജയമാണെങ്കിൽ അതിന് ആധാരമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ വരുന്നു എന്ന് പറയാൻ കാണിച്ച ആ ധൈര്യം അതെന്തിനായിരുന്നു എന്നും പലരും ചോദിക്കുന്നുമുണ്ട്. അവിടെയും തീർന്നിട്ടില്ല ഈ പാടിപ്പുകഴ്ത്തൽ. മുഖ്യമന്ത്രിയുടെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും മാർഗദർശനവും നമുക്ക് ഒരു മാതൃകയാക്കാം എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് ദിവ്യ എസ് അയ്യർ. എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രശംസ സൈബർ ലോകത്തു നിന്നും ഒരു ഭാഗത്തു നിന്നും, എന്നാൽ വിമർശനവും ദിവ്യ എസ് അയ്യർ തിരുത്തണമെന്നുള്ള വിമർശനവും മറുവശത്തു നിന്നും വരികയാണ്. ദിവ്യ എസ് അയ്യറിന് രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് ഭാഗങ്ങളിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും വരികയാണ്. സത്യത്തിൽ ഇത് കയറിക്കൊള്ളുന്നത് ശബരിനാഥിനും തന്നെയാണ്. KPCC ഡിജിറ്റൽ മീഡിയ കൺവീനർ ഡോക്ടർ സരിന്റെ പോസ്റ്റും വലിയ രീതിയിൽ ചർച്ചയാകുന്നു. മുൻപും മിടുക്കരായ IAS ഉദ്യോഗസ്ഥർ കേരളത്തിൽ പണിയെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ സരിൻ പ്രായവും അനുഭവവും ചെറുതായതുകൊണ്ട് പറഞ്ഞ ഇത്തരം ധാരണ പിശകുകൾ തിരുത്തണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. വൻകിട പദ്ധതികൾ കടലാസിൽ ഒതുങ്ങുന്ന കാലം ഇന്ന് മറന്നിരിക്കുന്നു എന്നായിരുന്നു പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ദിവ്യ എസ് അയ്യർ പറഞ്ഞത്. ഇത് വൻതോതിൽ ഫേസ്ബുക്കിലടക്കം വൈറലായിരുന്നു. അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ രംഗത്ത് വരികയാണ്. ഇതിനിടയിലാണ് എസ് സരിന്റെ രൂക്ഷ വിമർശനം വരുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ദിവ്യ, കടലാസിൽ ഒതുങ്ങാതെ പുറം ലോകം കണ്ട ഒട്ടനവധി പദ്ധതികൾ ഈ കേരളത്തിൽ മുൻപും നടന്നിട്ടുണ്ട്. ലിസ്റ്റ് ഞാനായിട്ട് പറയുന്നില്ല, ഒന്ന് മാത്രം പറയാം. മുൻപും മിടുക്കരായ IAS ഉദ്യോഗസ്ഥർ കേരളത്തിൽ പണിയെടുത്തിട്ടുണ്ട്. അവരോട് ചോദിച്ചു നോക്കിയാൽ മതി, പറഞ്ഞു തരും. കേരളത്തെ നയിച്ച ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രിമാരുടെ പേരുകൾ. പ്രായവും അനുഭവവും ചെറുതായതുകൊണ്ടാണ് ഇത്തരം ധാരണ പിശകുകൾ ഉണ്ടാകുന്നത്. തിരുത്തുമല്ലോ എന്നായിരുന്നു ഡോക്ടർ സരിൻ പറഞ്ഞത്.